ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ എങ്ങനെ ഒരു വോയിസ് മെസ്സേജ് അയക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പം വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അയക്കാനാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏത് കോൺടാക്റ്റിലോട്ടാണോ നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് അയക്കേണ്ടത് ആ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യുക. ആ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു വോയിസിൻ്റെ ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ പോരാ, ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കണം. പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ഒരു വോയിസ് റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ഇവിടെ എത്ര സെക്കൻഡ് ആയി എന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി ഈ ഒരു വോയിസ് സെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് അത് ലീവ് ചെയ്യുക. ലീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വോയിസ് മെസ്സേജ് സെൻഡ് ആവുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു വോയിസ് മെസ്സേജ് സെൻഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഡിലീറ്റ് ചെയ്യണം എന്ന് തോന്നിയാൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ഒരു സൈഡിലോട്ട് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി. അപ്പം അത് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. എന്നിട്ട് വീണ്ടും ആദ്യം മുതൽ നമുക്ക് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പം അത് ഡിലീറ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. ഇനി ഇങ്ങനെ ഞെക്കി പിടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ മുകളിൽ ഒരു ലോക്ക് ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് ഇവിടുന്ന് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്താൽ അത് ലോക്ക് ആവുന്നതായിരിക്കും. അതിനുശേഷം റെക്കോർഡിംഗ് കണ്ടിന്യൂ ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഞെക്കി പിടിക്കേണ്ട ആവശ്യമില്ല. റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോസ് ചെയ്യാം. പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് സെൻഡ് ചെയ്യാവുന്നതാണ്. ഇനി വാട്സപ്പിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആവുന്ന മെസ്സേജ് അയക്കാവുന്നതാണ്. അതായത് അവർ അത് കേട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിലീറ്റ് ആവും. അങ്ങനത്തെ മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞെക്കി പിടിച്ചതിന് ശേഷം ഈ ഒരു ലോക്ക് ബട്ടൻ്റെ ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്യുക മുകളിലോട്ട്. അത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു 1 എന്നുള്ളൊരു ചിഹ്നം കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഓൺ ആവുന്നതായിരിക്കും. ആ വ്യൂ വൺസ് മെസ്സേജ് ഓൺ ആയിട്ടുണ്ട്. അതിനുശേഷം സെൻഡ് ചെയ്യാൻ ഈ ഒരു സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം ആ ഒരു മെസ്സേജ് സെൻഡ് ആവുന്നതായിരിക്കും. അതിനുശേഷം അവർ ആ ഒരു വോയിസ് മെസ്സേജ് ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് പല രീതിയിലായിട്ട് വാട്സപ്പിൽ വോയിസ് മെസ്സേജസ് സെൻഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.